അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ടൈം വെൻ ദി റിലേറ്റീവ് മോഷൻ സ്റ്റോപ്ഡ്. റിലേറ്റീവ് മോഷൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തതാണ്. ഇവർ രണ്ടാളും ഒരേ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഫൈനൽ വെലോസിറ്റി സെയിം ആകണം. ഫൈനൽ വെലോസിറ്റി സെയിം ആണെന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80. അവർ രണ്ടാളും സെയിം ആണ്. ദാറ്റ് മീൻസ് യു ഇപ്പോൾ ഞാൻ ഇയാൾ 10 മീറ്റർ പെർ സെക്കൻഡ് അയാൾ നോക്കാം. 10 മൈനസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. 80. ആക്സലേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ആക്സലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ തമ്മിലുള്ള ഇതാണ്, എന്താ പറയുക, ഫ്രിക്ഷൻ ആണ്. ദാറ്റ് ഈസ് 0.4 ഇൻറ്റു നോർമൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് 10. സോ 4 ഇൻറ്റു ടൈം അറിഞ്ഞുകൂടെ എപ്പോഴാണ് ഇവരുടെ റിലേറ്റീവ് മോഷൻ തീരാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മറ്റേയാളുടെ ഫൈനൽ വെലോസിറ്റി. ദാറ്റ് ഈസ് ഇയാളുടെ മുകളിൽ എന്താണ് ആക്ട് ചെയ്യുന്നത്, ആകെയൊരു ഇയാളുടെ മുകളിൽ ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇയാളുടെ മുകളിൽ ആകെ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 4. സോ യു പ്ലസ് 4 ഇൻറ്റു ടി 80. ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്നത് 4 ആക്സലേഷൻ ആണ്. സോ ആക്സലേഷൻ 4 ആണ്. ആക്സലേഷൻ അല്ല, ഫോഴ്സ് ആണ് 4. സോ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 1. സോ 1t. സോ ഇവിടുന്ന് കിട്ടും എത്രയാണ്? 5t ഇസ് ഈക്വൽ ടു 10 ആൻഡ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് കിട്ടും. ടിയുടെ 2 സെക്കൻഡ്. 2 സെക്കൻഡാണ് ഇവരുടെ റിലേറ്റീവ് മോഷൻ നിർത്തിയത്. ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും ഒരേ വെലോസിറ്റിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ 2 സെക്കൻഡിന് ശേഷം ഇവർ രണ്ടാളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടാളും കോൺസ്റ്റൻറ്റ് വെലോസിറ്റി രണ്ടുപേരും ഒരുമിച്ച് ആടിയും പാടിയിട്ട് തന്നെ പോകും. സോ അത് എങ്ങനെയാണ് ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ? സംഭവിച്ചാൽ മൊമെൻറ്റം കൺസർവേഷൻ്റെ പരിപാടിയാണ്. ഇനീഷ്യൽ മൊമെൻറ്റം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. ആകെ ഇൻറ്റേർണൽ ഫോഴ്സ് വെച്ചിട്ടാണ് പോകുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ വി കുഡ് സേ ദാറ്റ് ഡി പി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് 0. ദാറ്റ് മീൻസ് M1 ഇനീഷ്യൽ അവരുടെ മൊമെൻറ്റം ഇൻറ്റു M1 V1 പ്ലസ് M2 V2 ഇസ് ഈക്വൽ ടു അടുത്ത ഫൈനലിലുള്ള M1 V1 M2 V2 ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അത് അന്നേരം നമുക്ക് പറയാൻ പറ്റും കോൺസ്റ്റൻറ്റ്. പിന്നെ ഇനി ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇനീഷ്യലി 10 മീറ്റർ പെർ സെക്കൻഡ് ഇയാൾ മെല്ലെ മെല്ലെ സ്ലോ ഡൗൺ ആവുകയും ചെയ്യുന്നത്. ഇയാളുടെ മെല്ലെ മെല്ലെ സ്ലോ ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, അത് ആ ഇക്വേഷൻ വി ഈസ് ഈക്വൽ യു പ്ലസ് 80 നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ നിന്നും മറ്റേയാൾക്ക് ഫോഴ്സ് കൂടുതലല്ലേ ചെയ്തത് താഴത്തെ ബ്ലോക്കിന്, കാരണം ഫ്രിക്ഷൻ കാരണം. സോ അയാൾ മെല്ലെ മെല്ലെ ഫാസ്റ്റർ ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ലാസ്റ്റ് ഒരു പോയിന്റിലെത്തുമ്പോൾ രണ്ടുപേരുടെയും ഒരേ വെലോസിറ്റി ആവും. അതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ശരി, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തെന്താ കൺസെപ്റ്റിൽ what should be the minimum value of L so that both the block does not fall. That means ബ്ലോക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ബ്ലോക്ക് സ്ലിപ്പ് ആവുന്നത് എത്ര സെക്കൻഡ് വരെയാണ് ബ്ലോക്ക് സ്ലിപ്പ് ആവാൻ നിർത്തുന്നത്? 2 സെക്കൻഡ് ശേഷം. 2 സെക്കൻഡ് ശേഷം ബ്ലോക്ക് സ്ലിപ്പ് ആവുന്നില്ല. ബ്ലോക്കും താഴത്തെ ബ്ലോക്കും ഒരുമിച്ച് പോകുന്നുണ്ട്. അവർ രണ്ടാളും മൂവ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, അവർ രണ്ടാളും സ്ലിപ്പ് ആവുന്നില്ല. അവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും 2 സെക്കൻഡ് വരെ. ഓക്കെ, സോ 2 സെക്കൻഡ് വരെ നമ്മുടെ ബ്ലോക്ക് ബിനെ സംബന്ധിച്ചിട്ട് ബ്ലോക്ക് എ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് നമുക്ക് ആരും നോക്കാം. അല്ല, ബ്ലോക്ക് എയുടെ എസ് എ കണ്ടെത്താം. എസ് എ ഇസ് ഈക്വൽ ടു 10 യു ടി പ്ലസ് മൈനസ് ഹാഫ് ഇൻറ്റു ആക്സലേഷൻ എത്രയായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നു? ആക്സലേഷൻ എത്രയായിരുന്നു? 4 ആണോ? അല്ല, ഓക്കെ, ആക്സലേഷൻ 4 ആണ്. 4 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ്. ഇപ്പോൾ എത്ര കിട്ടുന്നത്? 12 കിട്ടുന്നത്. അടുത്ത ബിയുടെ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ബിയുടെ മൂവ്മെൻറ്റ് എത്ര? എസ്, അത് 2 കിട്ടുന്നുണ്ട്. ഇനി എസ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ദാറ്റ് മീൻസ് ബിയെ സംബന്ധിച്ചിട്ട് എ എവിടെയൊക്കെയാണ് പോകുന്നത്? കാരണം വെച്ചാൽ ബി താഴെയുള്ള ബിയെ സംബന്ധിച്ചിട്ട് എ എന്ന് പറഞ്ഞാൽ അയാളുടെ തൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട്. സോ അത് 2 സെക്കൻഡ് വരെ എത്രയാണ് പോകുന്നത്? 10 ആണ് കിട്ടിയിട്ടുണ്ട്. സോ ബിയെ സംബന്ധിച്ചിട്ട് എ പോകുന്നത് എത്രയാണ്? 10 ആണ് പോകുന്നത്. സോ അറ്റ്ലീസ്റ്റ് 10 എങ്കിലും വേണം ആ 2 സെക്കൻഡ് ശേഷം ഇവർ രണ്ടാളും സ്ലിപ്പിംഗ് ഒക്കെ നിർത്തുന്നതാണ് കേട്ടോ. സോ അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ് വരെ സമയത്ത് അറ്റ്ലീസ്റ്റ് പറഞ്ഞ ബിയുടെ ലെങ്ത് 10 എങ്കിലും വേണം. 10 ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? ഇപ്പോൾ ഒരു 9 അല്ലെങ്കിൽ 8 ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടങ്ങ് ബ്ലോക്ക് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് നിലത്തോട്ടേക്ക് പോകും. ആ ബ്ലോക്ക് എന്താ ബിന്ന് തെറിച്ചിട്ട് നിലത്തോട്ടേക്ക് പോകും. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സർക്കുലർ പോയിന്റ്സിലേക്ക് നല്ല വരാം. എന്താണ് ഇന്നലെ നമ്മൾ പഠിച്ചതാണ് ഒരു ആക്സലേഷൻ. നമ്മൾ വെലോസിറ്റിയുടെ ഡയറക്ഷനേക്കുള്ള ആക്സലേഷൻ നമുക്ക് ടാൻജൻഷ്യൽ ആക്സലേഷനും അത് കോസ് തീറ്റയാണ്. പിന്നെ ഉള്ളത് നോർമൽ ആക്സലേഷൻ ആണ്. നമ്മൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ടാൻജൻഷ്യൽ ആക്സലേഷൻ ആണ് ഒരു ബോഡിയുടെ വെലോസിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി എന്താണ് നോർമൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ഒരു ആർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ടാൻജൻഷ്യൽ ആക്സലേഷൻ കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ വി, അതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി ആക്സലേഷൻ്റെ വെക്ടർ വൈസ് കിട്ടണമെങ്കിൽ അത് വി ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആക്സലേഷൻ്റെ വെക്ടർ വൈസും കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡിൻ്റെ ചേഞ്ച്, എന്തായാലും സ്പീഡ് അങ്ങനത്തെ സാധനങ്ങളുടെ എന്തായാലും ഒരു ആക്സലേഷൻ. പക്ഷേ ഏത് ആക്സലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വി കുഡ് സേ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്.
ഓക്കെ, നോർമൽ റിയാക്ഷൻ ടാൻജൻഷ്യൽ റിയാക്ഷൻ കണ്ടെത്തേണ്ട മെത്തേഡ്സ് ഒക്കെ നമുക്ക് പണ്ട് മുതലേ അറിയുന്നതാണ്, നമ്മൾ വെക്ടേഴ്സ് പഠിച്ചാണ്. ഇഫ് സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്, ഓക്കെ, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് വി കുഡ് സേ ദാറ്റ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈ 0 എന്ന് പറയാൻ പറ്റും. ഡയറക്ഷൻ അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് നോർമൽ ആക്സലറേഷൻ അത് 0 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്, ഇവിടെ കുറച്ച് സ്റ്റൈലിലെ സാധനങ്ങളാണ്, വളരെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇത് ആക്സലറേഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, നോർമൽ ആക്സലറേഷൻ. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് സ്പീഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇനി ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സാധനം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ. ഓക്കെ, ഇവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ കണ്ടെത്തേണ്ട കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ, നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബോഡി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബോഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് v² ഡിവൈഡ് ബൈ an എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നോർമൽ റിയാക്ഷൻ അല്ല, നോർമൽ ആക്സലറേഷൻ ആണ് an. ഓക്കെ, സോ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു. ഓക്കെ, ഇനി സർക്കുലർ മോഷനിലേക്ക് പോകുക. സർക്കുലർ മോഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഇതിനെ പറ്റി പഠിച്ചിട്ടല്ലേ, നമ്മൾ എന്താണ് ഒരാളുടെ റെസ്പെക്റ്റിൽ എന്താ ആംഗുലർ വെലോസിറ്റി കണ്ടെത്താനുള്ള മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ആൾ, ദാറ്റ് ഈസ് v sin θ ഡിവൈഡ് ബൈ നമ്മുടെ ആ മാഗ്നിറ്റ്യൂഡ്, അതാണ് ചെയ്തത്. കറക്റ്റാണ്. നമ്മൾ പറഞ്ഞു ഒരു വെലോസിറ്റിക്ക് ഒന്നെങ്കിൽ ഇവരെ സെപ്പറേഷൻ കൂട്ടാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. സെപ്പറേഷൻ കൂട്ടാനുള്ള v cos θ ആണ്. ആ v cos θ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സെപ്പറേഷൻ ഒരിക്കലും മാറുന്നില്ല, ജസ്റ്റ് ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ജസ്റ്റ് ഡയറക്ഷൻ മാത്രം മാറുന്ന തരത്തിലുള്ള ഒരു എന്താണ് ഒരു ടൈപ്പ് ഓഫ് മോഷനാണ് സർക്കുലർ മോഷൻ. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. സർക്കുലർ മോഷനിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷനും നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഉദ്ദേശം എന്താ മനസ്സിലാക്കുന്നത്, അതായത് എപ്പോഴും ഒരേ സ്പീഡായിരിക്കും. വെലോസിറ്റി സെയിം എന്ന് പറയാൻ പറ്റും, കാരണം ഡയറക്ഷൻ മാറുന്നുണ്ട്. എപ്പോഴും ഒരേ സ്പീഡാന്ന് പറയാൻ പറ്റും. ഒരേ സ്പീഡാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടാൻജൻഷ്യൽ ആക്സലറേഷൻ്റെ വാല്യൂ 0 ആണ്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ മാത്രമല്ല ഒരു ആക്സലറേഷൻ ഉണ്ടാവുക, നോർമൽ ആക്സലറേഷൻ കൂടി ഉണ്ട്. നോർമൽ ആക്സലറേഷൻ കാരണമാണ് ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആര് കാരണം, നോർമൽ ആക്സലറേഷൻ കാരണം. സ്പീഡിൻ്റെ ഇൻക്രീസോ ഡിക്രീസോ കാരണം കാരണക്കാരാകുന്നത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്. സോ യെസ്, ഇവിടെ നോർമൽ ആക്സലറേഷൻ ഉണ്ട്. ഈ നോർമൽ ആക്സലറേഷൻ നമ്മൾ പഠിക്കുന്ന പേരാണ് സർക്കുലർ മോഷൻ, ദാറ്റ് ഈസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിൽ ജസ്റ്റ് v²/r എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിൻ്റെ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r. പിന്നെ സാറ് ഒരു സ്ട്രെസ് ആയിട്ട് തന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷനോ ഫോഴ്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ച്വൽ ഫോഴ്സ് അല്ല, ഈ പറഞ്ഞ സാധനത്തിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫോഴ്സസും കാരണം, അതെന്ന് പറഞ്ഞാൽ മേ ബി സ്പ്രിങ് ഫോഴ്സ് ആവാം, ടെൻഷൻ ഫോഴ്സ് ആവാം, ഗ്രാവിറ്റി ആവാം. ഇതൊക്കെ കാരണം ലാസ്റ്റ് നെറ്റായിട്ട് ഉണ്ടാവുന്ന ഒരു ഫോഴ്സാണ് എന്ത് ഈ പറഞ്ഞ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതൊക്കെ ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു നെറ്റ് ഫോഴ്സ് ആയിട്ട് വരുന്നതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, അല്ലാതെ ആക്ച്വൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെന്നല്ല നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി നോൺ യൂണിഫോമിലാണെങ്കിൽ എന്താ ടാൻജൻഷ്യൽ ആക്സലറേഷൻ നോട്ടുകൾ 0 ആണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, പിന്നെന്താണത്, പിന്നെ കുറച്ച് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ആംഗുലർ വെലോസിറ്റി കിട്ടും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഗ്രാഫ് സെയിം തീറ്റ ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒമേഗ, ആൻഡ് ഒമേഗ ടി ഗ്രാഫിൻ്റെ എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് തീറ്റ. അതൊക്കെ നമുക്ക് അറിയുന്നതായിരുന്നു. ജസ്റ്റ് നമ്മൾ കൈനമാറ്റിക്സും അതേപോലെ എന്താ സർക്കുലർ മോഷനും കണക്ട് ചെയ്യുന്ന ഒരു തിയറിയാണിത്. ഓക്കെ.